നമസ്കാരം, എല്ലാവർക്കും ജിജീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കറിയാണ്. എന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന കറിയാണ്. ഉള്ളി, അതായത് സവാള മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് പപ്പടമാണ്. ഇത് രാജസ്ഥാനിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്, പാപ്പഡ് കി സബ്ജി. അപ്പോൾ ഈ പാപ്പഡ് കി സബ്ജി നമുക്ക് ചോറിന്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാം. പിന്നെ പപ്പടം അല്ലാതെ പ്രധാനമായിട്ട് തൈരാണ് ചേർക്കുന്നത് അതില്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പാപ്പഡ് കി സബ്ജി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വേണ്ടത് മസാല പാപ്പടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വളരെ കട്ടി കുറഞ്ഞ പപ്പടമാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടി, പച്ചമുളക് 2 എണ്ണം, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഗരം മസാല 1/2 ടീസ്പൂണ്, വെജിറ്റബിൾ മസാല കുറച്ച്, ഒരു 1/4 സ്പൂണ്, ജീരകം, വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില അരിഞ്ഞത്. പിന്നെ പൊടികളെന്ന് പറയാനായിട്ട് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂണ്, മല്ലിപ്പൊടി 1/2 സ്പൂണ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി. അത് വേണമെങ്കിൽ എടുത്താൽ മതി, കാരണം നമ്മളിവിടെ പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, ഞാനിവിടെ പിങ്ക് സോൾട്ട് എടുത്തുവെന്നേ ഉള്ളൂ, ഏത് സോൾട്ട് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലാണ്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് നൽകുന്നത് നെയ്യായിരിക്കും. അപ്പം നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. തൈര് 1 കപ്പ് വേണ്ടി വരും. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് ഒരു ചപ്പാത്തി കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു പപ്പടം അതിലേക്ക് വെച്ചു കൊടുത്തു. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് ചുട്ടെടുക്കാം. ഈ പപ്പടം നമുക്ക് മൈക്രോവേവിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അടുപ്പത്തിട്ടിട്ടാണെങ്കിലും ഒന്ന് ചുട്ടെടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അയണിൻ്റെ തവയാണ്. അപ്പോൾ അത് നല്ല ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് അത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ചപ്പാത്തി തവയെ തന്നെയാണിത് ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. ഇതേമാതിരി 4 പപ്പടവും നമുക്ക് ഇങ്ങനെ പൊള്ളിച്ചെടുക്കാം. അപ്പം ഇതായിട്ടുണ്ട്. ഇനി അതേമാതിരി എല്ലാ പപ്പടവും 4 പപ്പടവും ഞാൻ ഇങ്ങനെ പൊള്ളിച്ചെടുത്തു. ഇനി ഇതിനെ ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് പൊടിച്ച് എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതൊന്ന് ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒലീവ് ഓയിലാണ് ഇവിടെ എടുക്കുന്നത്. ഏകദേശം 3 തൊട്ട് 4 സ്പൂൺ വരെ എണ്ണ ഉപയോഗിച്ചു. അപ്പോൾ എണ്ണ ഈ കറിക്ക് ഒരല്പം അധികമായിട്ട് വേണം. അതുകൊണ്ടാണ് ഇച്ചിരി ഹെൽത്തി ആകട്ടെ എന്ന് കരുതിയിട്ട് ഒലീവ് ഓയിൽ ഉപയോഗിച്ചത്. ഇത് ഒലീവ് പൊമേസ് ഓയിലാണ്, ഇന്ത്യൻ കുക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്തായാലും തീ കുറച്ചിട്ട് വേണം ഒലീവ് ഓയിൽ ഉപയോഗിക്കാൻ. അപ്പം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു കൈയളവിലാണ് ഇട്ടത്. 1/2 സ്പൂണോളം വരും കായപ്പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കായം പൊടി ഈ കറിക്കൊരു പ്രത്യേകതരം ഒരു ഫ്ലേവർ കൊടുക്കും. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ജീരകമാണ്. നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ ജീരകം, കസൂരി മേത്തി ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ്. ഇനി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി പച്ചമുളക്, 2 പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചുല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും ഇതിൻ്റെ എല്ലാ ഫ്ലേവറും എണ്ണയിൽ ഇറങ്ങും. അതുകൊണ്ടാണ് ഞാൻ സവാള ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തത്. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഈ എണ്ണയാണല്ലോ കറിയുടെ എല്ലാ ഭാഗത്തേക്കും ചെല്ലുന്നത്. അപ്പം ഈ ഫ്ലേവർ മൊത്തം കറിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നതായിരിക്കും. ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് വെളുത്തുള്ളി. ഇനിയിപ്പോൾ ഇത് കരിഞ്ഞു പോവും. നമുക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു സവാള വളരെ വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സവാളയൊക്കെ കൂടുതൽ ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർ ചേർക്കുക. ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ടൊമാറ്റോ ഈ കറിയിൽ ഉപയോഗിക്കരുത്, കാരണം നമ്മൾ തൈര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പുളിയാകും. ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് സവാള നമ്മൾ വഴറ്റുന്ന സമയത്ത് എപ്പോഴും ചേർക്കുന്നത് പെട്ടെന്ന് തന്നെ സവാള വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഏകദേശം സവാളയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച പൊടികൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ എരിവ് കൂടും എനിക്ക് തോന്നിയത് കാരണം ഞാൻ ഇതിലേക്ക് സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി 1 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർക്കുന്നില്ല. ബാക്കി പൊടികളെല്ലാം ചേർത്തു. അപ്പം ഈ പൊടികളെല്ലാം എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ പച്ച മണമെല്ലാം മാറിക്കിട്ടും. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ച മണം മാറുന്നവരേക്കും നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി തൈര് ചേർക്കുകയാണ്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം, തീ വളരെ കുറച്ച് വേണം വയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തവി എടുക്കാൻ പാടില്ല. തവി എടുക്കാതെ തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ എളുപ്പത്തിൽ, അതായത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാനേ പാടില്ല. എണ്ണ തെളിഞ്ഞ് വരുന്നവരേക്കും നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ എണ്ണ ഒരു അല്പമായിട്ട് വിട്ട് വരുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെ വിട്ട് വരണം. അതുവരയ്ക്കും നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം കൂടെ അല്പം ചേർക്കണം. ഏകദേശം ഒരു 2-2.5 കപ്പോളം വെള്ളം ഞാൻ ഈ കറിയിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, എണ്ണ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരല്പം കൂടെ വെള്ളം ചേർക്കുകയാണ്. നേരത്തെ ഒരു 1/4 കപ്പ് ചേർത്തു, ഇപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്തു. ഇപ്പോൾ ഇത് നന്നായിട്ട് എണ്ണ സൈഡിൽ നിന്നെല്ലാം വിട്ട് വന്നു, നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി തൈര് പിരിയത്തില്ല. ഈ ഒരു രീതിയിൽ എണ്ണ വന്നു കഴിഞ്ഞാൽ പിന്നെ തൈര് ഇനി പിരിയത്തില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് അല്പം കൂടെ ചാറിന് വേണ്ട അളവിന് വെള്ളം ചേർക്കാം. ഇത് എന്തായാലും നമ്മൾ പപ്പടം ചേർക്കുമ്പോഴത്തേക്ക് പപ്പടത്തിൻ്റെ കൂടെ ഇരുന്ന് കറി ഒന്നുകൂടെ ഒന്ന് കട്ടിയാകും. അപ്പം അത് കാരണമാണ് വെള്ളം കൂടുതൽ വേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു 4 പപ്പടം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും ഒരു അല്പം കൂടെ വെള്ളം വേണം. ഇപ്പോൾ ഇത് പപ്പടം ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പപ്പടം ആ വെള്ളമെല്ലാം നന്നായിട്ട് വലിച്ചെടുക്കും. അത് കാരണം കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. പപ്പടം നമ്മൾ ചുട്ടെടുത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഇതിനിപ്പോൾ ജസ്റ്റ് ഒന്ന് കുതിർന്ന് വരും. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ മസാലയും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഗരം മസാലയും മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. തിള വന്നിട്ടുണ്ട്, സൈഡിലെല്ലാം തിളയ്ക്കുന്നതായിട്ട് കാണാം. ഇനി ഞാൻ വെജിറ്റബിൾ മസാല 1/2 സ്പൂൺ എടുത്ത് വെച്ചിരുന്നല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അല്പം വെള്ളം ചേർക്കാം. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ നിറം ഏകദേശം ഒരു പപ്പടത്തിൻ്റെ നിറം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കുക. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ചുകൂടെ നിറം വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇത് വെജിറ്റബിൾ മസാലയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. എനിക്ക് ആക്ച്വലി ഈ കറി ഒരു പപ്പടത്തിൻ്റെ നിറവുമായിട്ട് യോജിച്ചിരിക്കണം. അതുകൊണ്ട് ഞാൻ ആ ഒരു അളവിലാണ് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും എടുത്തത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നിറത്തിലായിരിക്കും കിട്ടുക. ഇനി നമുക്ക് ഗരം മസാല ചേർക്കാം. ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കുകയാണ്, കാരണം പപ്പടത്തിൽ ഉപ്പുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ഉള്ളി വഴറ്റിയ സമയത്താണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ ഇപ്പോൾ ഞാനൊന്ന് നോക്കി, എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഉപ്പ് എപ്പോഴും അല്പം കുറച്ച് ചേർക്കുക, കാരണം ഈ പപ്പടത്തിലുള്ള ഉപ്പും കൂടെ ആയിട്ട് കറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാകും. അത് കാരണം ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കുക, ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണേൽ ചേർക്കാം. അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഞാനൊരല്പം കൂടെ വെള്ളം ചേർത്തു. ഇനി ജസ്റ്റ് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ അടുത്ത് ഗരം മസാലയും ചേർത്ത് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി. ഗരം മസാല ചേർക്കുകയാണ്.
മല്ലിയില പകുതി ചേർക്കുകയാണ് ഇപ്പോൾ. പകുതി കറി ബൗളിൽ എടുത്തു കഴിഞ്ഞിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇന്ന് ഞാൻ ഇവിടെ ഇത് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീറ്റ് പൊറോട്ട ഉണ്ടാക്കി. ഇപ്പോൾ വീറ്റ് പൊറോട്ടയുടെ കൂടെയാണ് ഞങ്ങളിതിന്ന് ഡിന്നറായിട്ടാണ് ഇതിന്ന് കഴിക്കുന്നത്. പാപ്പഡ് കി സബ്ജി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching Gigi's Vlog.